എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ UK എത്തിയിട്ടുള്ള നേഴ്സുമാരെല്ലാവരും UK നേഴ്സായിട്ടാണോ ജോലി നോക്കണേ? അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു നേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവരുടെ വിസ റിന്യൂ ചെയ്യണ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ അവരോട് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ 2028 അവരുടെ വിസ എക്സ്പയർഡ് ആവും. അതിനുശേഷം അവർ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ഈ കെയർ അസിസ്റ്റന്റ് വിസ ഇനി നിലനിൽക്കുമോ എന്നൊക്കെയുള്ള വളരെയധികം സംശയങ്ങളും ആവലാതികളും ഒക്കെ ഉള്ള ഒരു സംസാരമായിരുന്നു ഇന്നത്തെ അവരായിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണവും ഇങ്ങനെ ഒരു തമ്പനയിലൊക്കെ ഉണ്ടാക്കാനുള്ള കാരണവും. മറ്റൊന്നുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തമ്പനയിൽ ഞാൻ പറയാൻ കാരണം, നേഴ്സുമാരല്ലാത്ത UK എത്തിയ നേഴ്സുമാർ എന്ന് ഒരു തമ്പനയിൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളും മനസ്സിലായത്, അവർ 3 വർഷമായി UK എത്തിയതിനു ശേഷം വിസ റിന്യൂ ചെയ്യേണ്ട സമയമായി. പക്ഷേ ഈ 3 വർഷം അവരൊരു കെയർ ഹോമിൽ കെയറായിട്ടാണ് ജോലി നോക്കുന്നത്. നേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ജോലികളും ചെയ്തിട്ടില്ല. അപ്പോൾ 10-15 വർഷക്കാലം നാട്ടിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത ഒരാൾ UK എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, ഒരുപക്ഷെ നാട്ടിൽ അവർ OETയും IELTS ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്നും ഒരുപക്ഷെ കിട്ടാത്തതുകൊണ്ടോ പാസ്സാകാത്തതുകൊണ്ടോ അദ്ദേഹം എന്താ പറയണേ, കിട്ടിയ വിസയിൽ യൂറോപ്പിലോട്ട് കയറി പോരുമായിരുന്നു. അതുപോലെ അവരെ പോലെ ഉള്ള ഒരുപാട് പേരുണ്ടെന്ന് ഇങ്ങനെ അവര് ഒരു വാക്കിൽ നിന്ന് അവർ ഒരു സംസാരത്തിന്റെ ഇടയിൽ അവരങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ മാത്രമൊന്നും അല്ല സിബി, അതുപോലെ കുറെ പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ യൂറോപ്പിൽ എത്തിയതിനു ശേഷവും നേഴ്സായിട്ട് നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ നേഴ്സ് അല്ലാത്ത ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. ആർക്കെങ്കിലും ഒരു 10 പേർക്ക് ഈ വീഡിയോ കൊണ്ട് ഗുണമാവുകയാണെങ്കിൽ ഗുണമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓർമ്മിപ്പിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് വരാം. 3 വർഷം മുമ്പ് എന്നെ ഇന്ന് ഫോൺ ചെയ്ത അദ്ദേഹം ഇവിടെ നേഴ്സായിട്ട് നേഴ്സിംഗ് നാട്ടിൽ ജോലി ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അവരിവിടെ വന്നിട്ട് കെയർ ഹോമിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. സീനിയർ കെയർ അങ്ങനെയൊക്കെയുള്ള കെയർ ഒരു എന്നാ പറയണേ, കെയർ ഹോമുകളിലെ ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെയർ ഹോം ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗാവസ്ഥയിൽ കിടക്കുന്ന കാരണവന്മാരെ നോക്കുക എന്നുള്ളതാണ് കെയർ ഹോമുകളിലെല്ലാം നടക്കുക. അവിടേക്ക് ഒരു കാലത്ത് വളരെയധികം എന്നാ പറയണേ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അവർക്ക് വിസ കൊടുക്കുന്നുണ്ടായിരുന്നു, അവരുടെ ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഇവിടേക്ക്. അങ്ങനെ ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ എന്നാ പറയുക, മൈഗ്രേഷൻ അധികമായി എന്നൊക്കെ പറഞ്ഞിട്ട് പല വർഷങ്ങൾ കൊണ്ട് അവർ കൺട്രോൾ ചെയ്യാണ്. ഫസ്റ്റ് അവർ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി ത്രെഷോൾഡ് അവർ കൂട്ടി. അപ്പോൾ നമുക്ക് കെയർ അസിസ്റ്റന്റുമാർക്ക് കൊടുക്കുന്ന ശമ്പളം വെച്ചിട്ട് വിസ വീണ്ടും സ്പോൺസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡിപ്പെൻസിനെ കൊണ്ടുവരാവുന്ന സാലറി ത്രെഷോൾഡിന്റെ താഴെയൊക്കെയാണ് പലർക്കും. ബാൻഡ് 3യുടെ മുകളിലേക്കുള്ളവർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ചില കെയർ ഹോമുകൾ അങ്ങനെ വിസ COS അടക്കം കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിച്ച വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെ വിസ റിന്യൂ ചെയ്യേണ്ട സമയമായപ്പോൾ അവർ COS കൊടുത്തു. പക്ഷെ COSനും ഒക്കെ പൈസ രണ്ടാമത് ചോദിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് നോർമലായിട്ടുള്ള ഫീസ് മേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് കൊടുത്തിട്ടായിരിക്കും നിൽക്കേണ്ടത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നേഴ്സ് നാട്ടിൽ 10-15 കൊല്ലമായിട്ട് നേഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇവിടെ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വന്നു, UK ഒരു NMCയുടെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വണ്ടറടിച്ചു പോയി. ഇവിടെ UK എത്തിയ പലരും നേഴ്സന്മാരായിട്ട് 2-3 തവണ ഒക്കെ ഓസ്കി, 2 തവണ, ഒരു തവണ ഫെയിലായി കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് ഓസ്കി എഴുതാം, മൂന്നാമത് എഴുതാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്നാലും അതേ ഒരു വർഷത്തിൽ അടുത്ത വർഷം എഴുതാൻ തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നേഴ്സന്മാർക്ക് തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. എന്നിരുന്നാൽ പോലും NMCയുടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നേഴ്സായിട്ട് യൂറോപ്പിൽ, ഇവിടെ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നാട്ടിൽ നിന്ന് ഈ NMCയുടെ പിന്നെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ച OETയും IELTSും എഴുതി, പിന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ ചെയ്ത് CBT എഴുതി, സെക്കൻഡ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് NMCയുടെ പിന്ന് ഇവിടെ വന്ന് ഓസ്കി പാസ്സായി കഴിയുമ്പോഴാണ് NMCയുടെ പിൻ നമ്പർ കിട്ടണത്. എന്നാലേ നമുക്ക് നേഴ്സായിട്ട് ജോലി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്കുകൾ നാട്ടിൽ നിന്ന് മുതൽ നമ്മൾ ചെയ്തിട്ട്, പക്ഷേ ഈ രാജ്യത്ത് വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ എന്താ പറയണേ, ഒരു പറ്റം നേഴ്സുമാർ ഇങ്ങനെ ബാക്ക് വലിഞ്ഞ് നിൽക്കുക എന്ന് പറയും. എന്നിട്ട് കെയർ ഹോമിലെ വിസയെ കുറിച്ചിട്ടുള്ള ആവലാതിയും പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, അതൊരു ശരിയായിട്ടുള്ള ഒരു ഇതല്ലല്ലോ. നിങ്ങൾ ഈ യൂറോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് IELTS
IELTS അതിനിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യണ കെയർ ഹോമുകാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസിയെ കുറിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷനും തരില്ല. അതേസമയം NHSന്റെ ഹോസ്പിറ്റലുകളൊക്കെ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ IELTS പഠിക്കാലോ. ഇവിടെ IELTS സെന്ററുകൾ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ OETയുടെ സെന്ററുകളുണ്ട്. നിങ്ങൾ പോയിട്ട് അത് ചെയ്യണം, പാർട്ട് ടൈം ആയിട്ട് പഠിക്കണം. എന്റെ അറിവിൽ തന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലർക്കും ഈ ഒരു കഴിഞ്ഞ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നാട്ടിൽ നിന്ന് ഇവരൊക്കെ ബാംഗ്ലൂർ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവരാണ്. അവരുടെ ഭാര്യമാര് നഴ്സുമാരാണ്. എന്നിട്ട് അവരിവിടെ വന്ന് കെയർ അസിസ്റ്റന്റ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവര് നഴ്സുമാരാണ്. കാരണം ആശുപത്രിയിൽ ചെയ്യണ ജോലി മെഡിക്കേഷൻ കൊടുക്കണില്ല അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണില്ല എന്നുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവരായിട്ട്. പക്ഷേങ്കിൽ അതിനുശേഷം അവരൊക്കെ നഴ്സായി, പിന്നെ പിൻ നമ്പർ കിട്ടി, ഈവൻ ഞങ്ങളൊക്കെ അതിന്റെ വിസ വരെ മേടിച്ച് ചിലവ് ഞങ്ങൾക്ക് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് NMC രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ പരിശ്രമിച്ച് ലഭിച്ചിട്ട് NMC പിൻ നമ്പർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ NHSൽ നമുക്ക് ബാൻഡ് 5 നേഴ്സായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. വെയിൽസിലൊക്കെ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം COS കൊടുത്തിട്ടാണ് വിസ കൊടുക്കുന്നത്. അപ്പോൾ അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് ശ്രമിച്ചതിന്റെ 10-1 പോലും നിങ്ങൾ UK എത്തിയതിനു ശേഷം ശ്രമിക്കാതെ നിങ്ങൾക്ക് കെയർ അസിസ്റ്റന്റിന്റെ വിസയെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു വിഭാഗം നഴ്സുമാരുണ്ടെങ്കിൽ UK എത്തിയിട്ടും നിങ്ങൾ എന്താ പറയാ, നിങ്ങളോട് എന്താ പറയണേ, അതിൽ കൂടുതൽ നിങ്ങൾ ശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. പടയിലെ അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അടിപൊളി ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആണ് എന്നാ പറയണേ നല്ല ചാൻസുകൾ ഉള്ളത്. എന്നിട്ട് നിങ്ങൾ ഈ ഷോർട്ടേജ് ഒക്കുപ്പേഷൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവണം, സെൽഫ് മോട്ടിവേറ്റഡ് ആവണം മനുഷ്യൻ. എന്നിരുന്നാൽ മാത്രം വേറെ ആരും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസും കൊണ്ടൊന്നും തരില്ല. അതെ അവിടെ ഇതുണ്ട്, ഇത് കുറച്ചു നേരം നീ ഒന്ന് ശ്രമിച്ചു നോക്കൊന്നുമില്ല. നമ്മൾ പഠിക്കണം. നമ്മൾ IELTS NMCയുടെ രജിസ്ട്രേഷന്റെ പ്രൊസീജിയറുകളെല്ലാം നിങ്ങൾക്ക് അറിയാം. IELTS വേണം, ഇംഗ്ലീഷ് വേണം. അപ്പോൾ അത് ഇവിടെ പല കെയർ ഹോമുകളും ചില അവിടുത്തെ മാനേജർമാരൊക്കെ ഒപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ അത് സാധിക്കുമെങ്കിൽ അങ്ങനെ അത് നേടുക. ഇല്ലെങ്കിൽ നിങ്ങൾ IELTS പഠിക്കുക, അല്ലെങ്കിൽ OET ഇവിടെ പഠിക്കുക. അതിനൊക്കെ പൈസ മുടക്ക് ഉണ്ടാവും. ഒരു മാസത്തിൽ ഒരു 200 പൗണ്ട് വീതം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. നിങ്ങൾക്ക് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ NMC രജിസ്ട്രേഷൻ സെറ്റായിട്ട് വരുമെന്ന് ആണ് എന്റെ വിശ്വാസം. ഇനിയിപ്പോൾ അത്രയും പൈസ വീതം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 1 വർഷം കൊണ്ടായാലും നിങ്ങൾ എടുക്കുന്നത്. 3 വർഷം നിങ്ങൾക്ക് വിസയ്ക്ക് കാലാവധികളുണ്ട്. ഈ 3 വർഷത്തെ കഴിയുമ്പോഴേക്കും നിങ്ങൾ NMCയുടെ രജിസ്ട്രേഷൻ തീർത്ത് നിങ്ങളൊരു നേഴ്സായി NMC പിൻ നമ്പർ കിട്ടിയ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് 5 ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് വിസ എടുക്കാൻ പാടില്ലേ. ഈ പറഞ്ഞ ഷോർട്ടേജ് ഒക്കുപേഷനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് പറയാൻ പറ്റും, എന്നിട്ട് ഇയാൾ എന്താ ചെയ്യാത്തെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. നാട്ടിൽ നിന്ന് ഓരോ വ്യക്തികളും ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പിൻ നമ്പർ കിട്ടുള്ളൂ. അപ്പൊ ഇന്നിപ്പോ അവരോട് ഞങ്ങൾ സംസാരിച്ച അവസാനം അവർ പറഞ്ഞു വെച്ചാൽ ഞാൻ അങ്ങ് തുനിഞ്ഞിറങ്ങാൻ സിപിച്ച, അല്ലാതെ രക്ഷയില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. കാരണം ഇനി നോക്കിക്കോ, ഒരു 5-6 മാസത്തിനുള്ളിൽ അവർ പിൻ നമ്പർ എടുത്ത് അവർ നമ്മളെ വിളിച്ചിരിക്കും. അത് അത്രയും കോൺഫിഡൻസ് അവർക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് പിന്നിയിട്ടുണ്ട്. കാരണം വിസ ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന നേഴ്സന്മാര് ഇവിടെ NMCയുടെ രജിസ്ട്രേഷൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിസയും കിട്ടും, ജോലിയും കിട്ടും, എല്ലാം കിട്ടും. എന്തിനാണ് മറ്റുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കടെ ഈ ജയറാമിനോട് ലോഹിതദാസ് ഒരു സിനിമ പറയുന്നുണ്ട്, ചോക്കുമലയില് ഇരുന്നിട്ട് ഇതന്വേഷിച്ച് നടക്കുന്ന, ചോക്കിന്റെ കഷ്ണം അന്വേഷിച്ച് നടക്കുന്ന പോലെയാണ് കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ പൊടി തട്ടിയെടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് രാഗി മിനിക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല രജിസ്ട്രേഷൻ നേഴ്സായിട്ട് ഇവിടെ ജോലി എടുക്കാൻ റെസ്പെക്റ്റോടുകൂടി ജോലി കിട്ടും. എന്തിനാണ് ഈ കെയർ ഹോമിൽ കിടന്ന് ചവിട്ടും കുത്തും കൊള്ളണേ എന്ന് ഉള്ള ഒരു രീതിയിൽ അവർ സംസാരിച്ചു. എനിവേ, എല്ലാ UK എത്തിയ നേഴ്സന്മാരല്ലാത്ത നേഴ്സന്മാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടേക്ക് വരാത്ത എല്ലാ നേഴ്സന്മാരും ഇവിടെ എത്തി. എങ്ങനെയെങ്കിലും നിങ്ങൾ UK എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് NMCയുടെ രജിസ്ട്രേഷൻ എടുക്കുക, പിൻ നമ്പർ എടുക്കുക, എന്നിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഏതെങ്കിലും ഒരു NHSന്റെ ഹോസ്പിറ്റലുകളിൽ ജോലി നേടുക. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലണ്ടൻ വിശേഷത്തിലെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.